എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ തിയറി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിൽ നമ്മൾ നോക്കുന്നത് രണ്ട് പാർട്ടാണ്. ഒന്ന് എസ്റ്റിമേഷനും ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസും. എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ഉണ്ട്. ആ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് അൺനോൺ ആണ്. നമുക്കറിയാം പോപ്പുലേഷൻ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നറിയാം, പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ അൺനോൺ ആണ്. സോ നമ്മളവിടെ എസ്റ്റിമേറ്റ് ചെയ്യും. സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് ആ പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യും. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നെങ്കിൽ ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിലെ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ദ പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ഇൻ ഇറ്റ് ഈസ് കോൾഡ് ദ ഹൈപ്പോത്തിസിസ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ പ്രൊസീജിയർ ഉണ്ട് അതിന്. അതൊക്കെ ആ പ്രൊസീജിയറിലൂടെ നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷനിലെത്തും. ഈ ഒരു ഹൈപ്പോത്തിസിസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. ട്രൂ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് വി വിൽ റിജക്റ്റ്. അപ്പോൾ അതിൽ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ നോക്കാം. ഇറ്റ് വാസ് മെൻഷൻഡ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ ദാറ്റ് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ക്യാൻ ബി. നമുക്ക് എസ്റ്റിമേഷൻ പാർട്ട് പഠിക്കാനില്ല, നമുക്ക് ടെസ്റ്റിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇറ്റ് വാസ് മെൻഷൻഡ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ ദാറ്റ് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 parts, namely estimation theory and testing of hypothesis. The theory of estimation dealing with methods of estimating parameters from the data collected from samples was discussed in that chapter. അതിൻ്റെ അകത്ത് എസ്റ്റിമേഷനിൽ നമുക്ക് സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ ദിസ് മൊഡ്യൂൾ വി പ്രസൻറ്റ് ബേസിക് കൺസെപ്റ്റ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ദി തിയറി ഓഫ് ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസിൻ്റെ വാലിഡിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് നോക്കാം. ലിറ്ററലി ഹൈപ്പോത്തിസിസ് മീൻസ് എ ടെസ്റ്റബിൾ പ്രപ്പോസിഷൻ ഓർ സപ്പോസിഷൻ എക്സെട്ര. ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ പ്രപ്പോസിഷനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ബട്ട് ഫോർ അവർ പർപ്പസ് വി വിൽ ബി കൺസേൺ വിത്ത് ഹൈപ്പോത്തിസിസ് അബൌട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓർ ദ പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ഇൻ ഇറ്റ്. പക്ഷേ ഇവിടെ ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലുള്ള പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നു. The theory of testing statistical hypothesis concern a special class of decision problems. Here many important decisions made in the face of uncertainty involve a choice between just 2 alternatives. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ചെക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ആ ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. The person interested, example ആണ്, most test of statistical hypothesis concern the parameters of distribution, but sometimes they also concern the type or nature of the distribution. Most of the കേസിലും ആ പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതായിരിക്കും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. If a statistical hypothesis completely specify the distribution, it is referred to as simple hypothesis. രണ്ട് തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ഉണ്ട്, സിമ്പിൾ ഹൈപ്പോത്തിസിസും കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസും. സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെയാണ് സിമ്പിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് പറയുകയാണ്, എക്സ് ഫോളോസ് എൻ മ്യൂ സിഗ്മ സ്ക്വയർ ആൻഡ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് ആൻഡ് സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ നോട്ട് സ്ക്വയർ. അപ്പോൾ അവിടെ നോക്കൂ, അപ്പോൾ ആ എക്സ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിലെ പാരാമീറ്റേഴ്സാണ് മ്യൂവും സിഗ്മ സ്ക്വയറും. മ്യൂവിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ മ്യൂ നോട്ടാണ്, സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ സിഗ്മ നോട്ട് സ്ക്വയർ ആണ്. അവിടെ ആ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് പറഞ്ഞു, അതിലെ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് എന്താണെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ആ ഡിസ്ട്രിബ്യൂഷനെ കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സിമ്പിൾ ഹൈപ്പോത്തിസിസ് ആണ്. പിന്നെ ഇപ്പോൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ എക്സ് ഫോളോ എൻ മ്യൂ സിഗ്മ സ്ക്വയർ മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് സിഗ്മ സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ നോട്ട് സ്ക്വയർ എന്നാണ് പറയുന്നത്. അവിടെ സിഗ്മ സ്ക്വയറിൻ്റെ വാല്യൂ പറയുന്നില്ല, പക്ഷേ ഒരു റേഞ്ചേ പറയുന്നുള്ളൂ. സിഗ്മ നോട്ട് സ്ക്വയറിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണേ പറയുന്നുള്ളൂ, ഒരു പർട്ടിക്കുലർ വാല്യൂ പറയുന്നില്ല. എന്ന് വെച്ചാൽ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിനെയാണ് കോമ്പോസിറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. The statistical hypothesis that x follows normal with mean 15 is a composite hypothesis since it does not specify the standard deviation of the normal population. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എക്സ് ഫോളോ നോർമൽ വിത്ത് മീൻ ഈക്വൽ ടു 15 പറയുന്നുള്ളൂ. മ്യൂവിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, സിഗ്മ സ്ക്വയറിൻ്റെ കാര്യം പറയുന്നില്ല.
അപ്പം അതെന്താണ് കംപ്ലീറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നില്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ അതിലെ എല്ലാ പാരാമീറ്റേഴ്സിനെയും സ്പെസിഫൈ ചെയ്യണം. ഇവിടെ ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററെ മാത്രമേ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, മറ്റേതിനൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് ഹൈപ്പോത്തസിസ് ആണ്. The statement that X follows a Poisson distribution with a parameter lambda equal to 2 is a simple hypothesis since it specifies the population completely. ഇവിടെ പറയുന്ന X follows Poisson distribution with lambda equal to 2. അപ്പോൾ ലാംഡയാണ് അവിടുത്തെ പാരാമീറ്റർ, അതെന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സിമ്പിൾ ഹൈപ്പോത്തസിസ് ആണ്. A statistical hypothesis which refer only to the numerical value of unknown parameter of a random variable is called a parametric hypothesis. അടുത്ത പാരാമീറ്റർ ഇതുപോലെ ഹൈപ്പോത്തസിനെ വീണ്ടും രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പാരാമെട്രിക് ഹൈപ്പോത്തസിസ് ആൻഡ് നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. ഇപ്പം എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് വിച്ച് റെഫേഴ്സ് ഓൺലി ടു ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് അൺനോൺ പാരാമീറ്റർ ഓഫ് റാൻഡം വേരിയബിൾ ഈസ് കോൾഡ് പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. ആ പാരാമീറ്റേഴ്സിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ് തന്നേക്കുന്നതെങ്കിൽ അങ്ങനെയാണ് നമ്മളുടെ ഹൈപ്പോത്തസിസിലെ അതിനെ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഇൻ എ നോർമൽ പോപ്പുലേഷൻ ഇഫ് യു ടെസ്റ്റ് വെദർ ന്യൂ ഈക്വൽ ടു 10 ഓർ നോട്ട് എ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ മീന് മ്യൂ ഈക്വൽ ടു 10 ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ടെസ്റ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ആ പാരാമീറ്ററിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. സോ ഇറ്റ്സ് എ പാരാമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. എ ഹൈപ്പോത്തസിസ് വിച്ച് റെഫേഴ്സ് ടു ദ ഫോം ഓഫ് എൻ അൺനോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് എ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ്. ഇനി പാരാമീറ്ററിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിനെ പറ്റി മാത്രമാണ് പറയുന്നതെങ്കിൽ അതിനെ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയും. എക്സാമ്പിൾ, ദ ഫോം ഓഫ് ദ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ എ പോപ്പുലേഷൻ ഈസ് നോർമൽ. അവിടെ ആ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് നോർമൽ ആണെന്നേ പറയുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ പാരാമീറ്റേഴ്സിനെ പറ്റി ഒന്നും പറയുന്നില്ല. ഇതിനെ നോൺ പാരാമെട്രിക് ഹൈപ്പോത്തസിസ് എന്ന് പറയും. Definition of terms. The following are definition of some terms which are frequently used in this module. At the test of hypothesis. എന്താണ് test of hypothesis? If on the supposition that a particular hypothesis is true, we find that results observed in a random sample differ markedly from those expected under the hypothesis on the basis of pure chance using sampling theory. We would say that the observed differences are significant and would be inclined to reject the hypothesis. For example, if 15 tosses of a coin yield 10 heads, we would be inclined to regret the hypothesis that the coin is fair, although it is conceivable that we might be wrong. അപ്പം എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മളൊരു സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മളുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ് റൂൾ ഓർ പ്രൊസീജിയർ വിച്ച് എനേബിൾ ആസ് ടു ഡിസൈഡ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഹൈപ്പോത്തസിസ് or to determine whether observed samples differ significantly from the expected results are called the test of hypothesis or test of significance. ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണോ റിജക്റ്റ് ചെയ്യണോ ആക്സെപ്റ്റ് ചെയ്യണോ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയറിനെയാണ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി നൾ ഹൈപ്പോത്തസിസ്, ഇതുപോലെ നമ്മളുടെ ഹൈപ്പോത്തസിനെ വീണ്ടും ഒരു രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഹൈപ്പോത്തസിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, x1 x2 x2 ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ നമ്മൾ നൾ ഹൈപ്പോത്തസിനെ എപ്പോഴും എച്ച് സഫിക്സ് നോട്ട് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ നൾ ഹൈപ്പോത്തസിസ് എച്ച് നോട്ട് എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു 10. എനിക്ക് മ്യൂ എന്ന് പറയുന്നത് 10 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം അതിനെയാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. The hypothesis to be tested is usually referred to as null hypothesis. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഹൈപ്പോത്തസിനെയാണ് നമ്മൾ null hypothesis എന്ന് പറയുന്നത്. And is denoted by the symbol H0. The null hypothesis is a proposition of zero differences. എന്നുവെച്ചാൽ null hypothesis എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണോ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒരു പാരാമീറ്ററിൻ്റെ വാല്യൂ ഏതാണെന്ന് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ null hypothesis എന്ന് പറയുന്നത്. Fisher has emphasized that every experiment may be said to be exist only in order to give the fact a chance in disproving the null hypothesis. Thus, a hypothesis which is set up with the possibility of its being rejected at some defined probability value is called a null hypothesis. For instance, if you want to show that students of college A have higher average IQ than the students of college B, then we might formulate the hypothesis that there is no difference. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 2 കോളേജസ് എടുത്തു. അപ്പോൾ കോളേജ് എ, കോളേജ് ബി. അപ്പോൾ കോളേജ് എയിലെ സ്റ്റുഡൻസും കോളേജ് ബിയിലെ സ്റ്റുഡൻസിനും ഒരേ IQ ലെവലാണെന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ മ്യൂ എ ഈക്വൽ ടു ആവറേജ് എന്ന് വെച്ചാൽ IQൻ്റെ ആവറേജിനെ നമ്മൾ മ്യൂ എ എന്നെടുത്തു. എ എന്ന് പറയുന്ന
കോളേജിലെ കുട്ടികളുടെ ഐക്യുവിൻ്റെ ആവറേജിന് നമ്മൾ മ്യൂ എ എന്ന് എടുത്തു, ബി എന്ന് പറയുന്ന കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഐക്യുവിൻ്റെ ആവറേജിന് മ്യൂ ബി എന്ന് എടുത്തു. അത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എച്ച് നോട്ട് എന്ത് വരും? മ്യൂ എ ഈക്വൽ ടു മ്യൂ ബി. In general, the null hypothesis H naught is set up for the purpose of being discredited, so we may state as our hypothesis the opposite of what we believe to be true, with the hope that the test procedure will lead to the rejection. ഇനി ഇപ്പോൾ ഒരു null hypothesis ഉണ്ടെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ഒരു null hypothesis ട്രൂ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഹൈപ്പോത്തിസിസ് ഉണ്ടാവില്ലേ. ഇപ്പം മ്യൂ ഈക്വൽ ടു 10 ആണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ അതായിരിക്കും null hypothesis. അപ്പം ഈ മ്യൂ ഈക്വൽ ടു 10 അല്ല, ആക്ച്വലി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവില്ലേ. മ്യൂ ഈക്വൽ ടു 10 അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ കേസാണുള്ളത്? മ്യൂ ഗ്രേറ്റർ ദാൻ 10 ആവാം, മ്യൂ ലെസ് ദാൻ 10 ആവാം, മ്യൂ നോട്ട് ഈക്വൽ ടു 10 ആവാം. ഈ 3 കേസ് നമുക്ക് പരിഗണിക്കാം അല്ലേ. അപ്പം ഈ നൾ ഹൈപ്പോത്തിസിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് എത്ര ഹൈപ്പോത്തിസിസ് ഉണ്ടോ അതിനെയാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ടു ടെസ്റ്റ് ദ ലൈഫ് ടൈം ഓഫ് ട്യൂബ് ലൈറ്റ്സ് ഇഫ് യു സെറ്റപ്പ് ദ നൾ ഹൈപ്പോത്തിസിസ് ആസ് എച്ച് നോട്ട് ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു 1200 ഹവേഴ്സ്. അപ്പോൾ ഒരു ബൾബിൻ്റെ ലൈഫ് ടൈമിന് നമുക്ക് 1200 ഹവേഴ്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വി ക്യാൻ ഫോർമുലേറ്റ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്ത്. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയുണ്ട്? മ്യൂ ലെസ് ദാൻ 1200, മ്യൂ ഗ്രേറ്റർ ദാൻ 1200, മ്യൂ നോട്ട് ഈക്വൽ ടു 1200. എന്ന് വെച്ചാൽ നമ്മൾ ഈ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ ഹൈപ്പോത്തിസുകൾ ഉണ്ടെന്ന്. അതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇനി അടുത്തതാണ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്. 2 തരത്തിലുള്ള എറേഴ്സാണ്. നമ്മൾ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള എറേഴ്സാണ് വരിക. നമുക്കറിയാം നമ്മളുടെ എച്ച് നോട്ട് വേണമെങ്കിൽ ട്രൂ ആകാം, ഫോൾസ് ആകാം. ഇപ്പം എച്ച് നോട്ട് ട്രൂ ആയിക്കൊണ്ട് എച്ച് നോട്ട് ഫോൾസ് ആയിക്കൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു വിചാരിക്കാം. എച്ച് നോട്ട് നമ്മളുടെ ടെസ്റ്റ് പ്രൊസീജിയർ എന്തെങ്കിലും എറർ വന്നിട്ട് നമ്മൾ ഈ ഫോൾസ് ആയ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ എച്ച് നോട്ട് ഫോൾസ് ആയ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഫോൾസ് ആയ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതിനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ഫോൾസ് ആയ എച്ച് നോട്ടിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയറിൽ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നമ്മൾ ഈ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെയാണ് ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. അതുപോലെ ടൈപ്പ് 1 എറർ ഉണ്ട് എന്ന് വെച്ചാൽ ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റിനെ റിജക്റ്റ് ചെയ്യപ്പെടുക. ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റിനെ റിജക്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഇങ്ങനെ 2 ടൈപ്പ് എറർ ആണുള്ളത്. Research requires testing of hypothesis. In this process, 2 types of wrong inferences can be drawn. There are called type 1 and type 2 errors. Rejecting a null hypothesis H naught when it is actually true is called type 1 error or error of first kind. Accepting a null hypothesis H naught when it is false is called type 2 error or error of the second kind. അതൊരു ടേബിൾ പോലെ കൊടുത്താണ് അവിടെ. ഈ ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും പറഞ്ഞു. ഈ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ എന്ന് കോൾ ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ എന്ന് പറയും. അത് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എററിനെ നമ്മൾ ബീറ്റ എന്ന് പറയും. ഇനി അടുത്താണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ദ ടെസ്റ്റിംഗ് ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എൻ എക്സ്പ്ലിസിറ്റ് set of rules for deciding whether to accept the null hypothesis or to reject it in favor of the alternative hypothesis, consistent with the result of obtained from the random sample taken from the population. As a sample itself is a set of observations, usually an appropriate function of the sample observation is chosen and the decision either to accept or reject the hypothesis taken based on the value of this function. This function is called test statistic or test criterion. അപ്പോൾ നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് ട്രൂ ആണോ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ്. സാമ്പിളിൽ നിന്ന് എടുക്കുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. സാമ്പിളിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾ ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണോ നമ്മൾ ടെസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് അതിനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. അടുത്തത് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് നമുക്കൊരു സാമ്പിൾ സ്പേസ് ഉണ്ട്. ആ സാമ്പിൾ സ്പേസിനെ നമ്മൾ രണ്ടാക്കിയിട്ട് മാറ്റും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഏതാണ് ക്രിട്ടിക്കൽ റീജിയൻ, ആക്സെപ്റ്റൻസ് റീജിയൻ. പക്ഷേ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. നമ്മൾ സാമ്പിൾ സ്പേസിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഒന്ന് ആക്സെപ്റ്റൻസ് റീജിയനും ഒന്ന് റിജക്ഷൻ റീജിയനും. നമ്മൾ എന്താണ് എച്ച് നോട്ട് ഏത് റീജിയനിലാണോ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, ജസ്റ്റ് വായിച്ച് പോയാൽ മതി. ഈ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് 1 എറർ പറഞ്ഞു അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെ നമ്മൾ ആൽഫ എന്നാണ് പറഞ്ഞത്. ഈ ആൽഫേനെയാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ആൽഫേനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ആൽഫ ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എററിനെയാണ് നമ്മൾ
ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പവർ ഓഫ് എ ടെസ്റ്റ്. പവർ എന്ന് പറയുന്നത് 1 - ബീറ്റേനെയാണ് നമ്മൾ പവർ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ടൈപ്പ് 2 എറർ. ഇങ്ങനെ 1 - ബീറ്റേനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. പിന്നെ ക്രിട്ടിക്കൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞു. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൽ ഈ സാമ്പിൾ വാല്യൂസ് കൊടുക്കും. x1, x2, എക്സെട്ര xn കൊടുത്തു കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം ഉള്ള സ്റ്റെപ്സുകളാണ് പറയുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റേറ്റ് നൾ ഹൈപ്പോത്തിസിസ് H0 ആൻഡ് ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് H1. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഹൈപ്പോത്തിസുകളാണ്. നൾ ഹൈപ്പോത്തിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസും. സ്റ്റെപ്പ് 2, ചൂസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. രണ്ടാമത് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്, ആൽഫ. അത് നമ്മൾ പ്രീഫിക്സ് ചെയ്ത് വെക്കണം. സ്റ്റെപ്പ് 3, ഡിറ്റർമൈൻ ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിറ്റർമൈൻ ചെയ്യുക. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എങ്ങനെ ഡിറ്റർമൈൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം ഏത് പാരാമീറ്ററാണ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം മ്യൂ ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ മ്യൂവിൻ്റെ മ്യൂ ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ മ്യൂവിൻ്റെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള സാമ്പിൾ മീൻ ആണ് എടുക്കേണ്ടത്. സാമ്പിൾ മീനിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റാറ്റിസ്റ്റിക് എടുക്കേണ്ടത്. നാലാമത് ഡിറ്റർമൈൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യാം. അഞ്ചാമത് ഡിറ്റർമൈൻ ദ ബെസ്റ്റ് ക്രിട്ടിക്കൽ റീജിയൻ. ക്രിട്ടിക്കൽ റീജിയൻ ഏതാണെന്ന് നോക്കുക. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ നോക്കുക. ദി വാല്യൂ ക്രിട്ടിക്കൽ റീജിയനിലാണോ ആക്സെപ്റ്റൻസ് റീജിയനിലാണോ വരുന്നത് നോക്കുക. ക്രിട്ടിക്കൽ റീജിയനാണ് വരുന്നതെങ്കിൽ നമ്മൾ H0 റിജക്ട് ചെയ്യും. അതർവൈസ് വി വിൽ